നമ്മുടെ ഇന്നത്തെ സദ്യ റെസിപ്പി ഒരു പച്ചടിയാണ്. നമ്മുടെ മധുരമുള്ള പച്ചടി. നമ്മളപ്പോൾ ഇതിനു മുന്നേ പച്ചടി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. മത്തങ്ങ പച്ചടി, ബീട്രൂട്ട് പച്ചടി, അങ്ങനെ പല രീതിയിലുള്ള പച്ചടികൾ ചെയ്തിട്ടുണ്ട്. മധുര പച്ചടിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ പൈനാപ്പിൾ ഇല്ലാതെ നമ്മുടെ ഏത്തപ്പഴവും മുന്തിരിയും മാത്രം ചേർത്തിട്ടാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പൈനാപ്പിളും കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ പച്ചടിയെ കുറിച്ച് അധികം വിശദീകരിച്ചു പറയാനൊന്നുമില്ല. പച്ചടിയും കിച്ചടിയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പച്ചടിയുടെയും കിച്ചടിയുടെയും അതുപോലെ നമ്മുടെ സദ്യ റെസിപ്പികളുടെയും എല്ലാ വീഡിയോകളും കണ്ടിട്ട് ഓണസദ്യയിൽ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സദ്യ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീതാസ് ടേസ്റ്റ്ലാൻഡ് സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും കിട്ടും. അല്ലെങ്കിൽ സദ്യ റെസിപ്പീസ് നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പീസും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മധുര പച്ചടി റെഡിയാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മധുര പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ തൈര്, പച്ചമുളക്, വേപ്പില, തേങ്ങ ചിരവിയത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ അരപ്പ് റെഡിയാക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴം കുക്കാവാൻ അധികം സമയം വേണ്ട, ഗ്രേപ്സ് ആണെങ്കിലും കുക്കാവാൻ അധികം സമയം വേണ്ട. അതുകൊണ്ട് നമുക്ക് അരപ്പും കൂടി റെഡിയാക്കിയിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് അരപ്പ് ചേർത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രേപ്സ് വാങ്ങിക്കുമ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലുള്ള ഗ്രേപ്സ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ വാങ്ങിക്കുക. അതാകുമ്പോൾ കറി കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ അരപ്പിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. ഞാനിതിപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു പഴം കുറച്ച് ഗ്രേപ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ ചേർക്കുന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ അളവും കൂടി അനുസരിച്ച് തേങ്ങയുടെ അളവ് വ്യത്യാസം വരുത്തുക കേട്ടോ. എത്ര പൈനാപ്പിൾ ചേർക്കുന്നുണ്ടെന്നുള്ളതനുസരിച്ച് തേങ്ങയുടെ അളവിലേക്ക് വ്യത്യാസം വരുത്തുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ്. പിന്നെ നമ്മൾ അരപ്പിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കടുകാണ്. അതിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഒരു 2-3 ഇതള് വേപ്പില ചേർക്കാം. പിന്നെ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ചില പച്ചടികൾക്ക് നമ്മൾ തൈര് ചേർത്തിട്ട് അരയ്ക്കുള്ളൂ, ചില പച്ചടികൾക്ക് നമ്മൾ വെള്ളം ചേർത്ത് തന്നെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് കടുക് ചേർക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് അരഞ്ഞിട്ടില്ല. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് കടുക് ചേർത്ത് അരയ്ക്കുമ്പോൾ കയ്പ്പ് വരുമോ പച്ചടിയിൽ, കടുക് കുക്കാവുമ്പോൾ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കടുക് ഓവറായിട്ട് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചില പച്ചടികൾക്ക് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ ഇത്രയും ആകുമ്പോൾ അരച്ച് ചേർക്കാം. അങ്ങനെ ആകുമ്പോൾ അധികം ആ ഒരു കടുകിൻ്റെ ഫ്ലേവർ വരില്ല. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് അരയ്ക്കുക. നന്നായിട്ട് കടുക് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ കടുകും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കടുകിൻ്റെ ആ ഒരു തൊലിയുടെ കളറൊക്കെ നമ്മുടെ അരപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അരപ്പ് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ പഴം കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ ചേർത്തിട്ടാണ് നിങ്ങൾ പച്ചടി ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം പൈനാപ്പിൾ കട്ട് ചെയ്ത് വേവിക്കുക. അതിലേക്കാണ് പഴം കട്ട് ചെയ്തത് ചേർക്കുന്നത്. പൈനാപ്പിളിൻ്റെ കുക്കിംഗ് ടൈമും ഏത്തപ്പഴത്തിൻ്റെ കുക്കിംഗ് ടൈമും വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഇതുപോലെ പറയുന്നത്. പൈനാപ്പിൾ ഒരു ഹാഫ് കുക്കാവുമ്പോൾ പഴം ചേർക്കുക. ഇതിപ്പോൾ ഞാൻ പഴവും ഗ്രേപ്സ് മാത്രം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പഴം ആദ്യം കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളത് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് വ്യത്യാസം വരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. ഈ ഒരു വലിപ്പത്തിൽ നമ്മുടെ 4 ഉപ്പേരിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ 4 ഉപ്പേരിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി തിക്കായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പഴം മുഴുവൻ കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പഴം മുഴുവൻ കട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് നമ്മുടെ പച്ചടിക്ക് കളർ ഉണ്ടാവാനാണ് ഈ ഒരു മുളക് പൊടിയും കൂടി ചേർക്കുന്നത്. പിന്നെ മധുര പച്ചടി എന്ന് പറയുമ്പോൾ മധുരമാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ അധികം എരിവ് വേണം എന്നുണ്ടെങ്കിൽ അരപ്പിൻ്റെ കൂടെ അരച്ച് ചേർക്കാം. പക്ഷേ അധികം എരിവിലും ഈ പച്ചടിക്ക് മധുരമാണ് മെയിനായിട്ടുള്ളത്. അതാണല്ലോ അതിൻ്റെ പേര് തന്നെ മധുര പച്ചടി എന്നുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഈ പഴം കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് പച്ചടിയിൽ.
ഇനി പഴം ഒന്ന് കുക്കായി വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പഴം കുക്കായി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഗ്രേപ്സ് ചേർക്കരുത്. ഗ്രേപ്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഗ്രേപ്സ് ഓവർ കുക്കായി തൊലിയൊക്കെ വേറെ ആയിപ്പോവും. നമ്മുടെ പച്ചടി കാണാനും ഭംഗി ഉണ്ടാവില്ല. കഴിക്കുമ്പോൾ ഗ്രേപ്സിൻ്റെ തൊലി വേറെ പൾപ്പൊക്കെ മിക്സായി ആ പച്ചടിയുടെ ടേസ്റ്റ് തന്നെ മാറും. ഇതാ നമ്മുടെ പഴം കുക്കായിട്ടോ, ഇത്രയും കുക്കായാൽ മതി. ഇനി അരപ്പിൻ്റെ കൂടെ ചേർന്ന് കുക്കാവേണ്ടതാണ്. അപ്പോൾ പഴം ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇത്രയും കുക്കായാൽ മതി എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരപ്പിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പ് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അരപ്പ് ചേർത്ത് ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രേപ്സ് ആഡ് ചെയ്യാം. അപ്പോൾ മുഴുവൻ ഗ്രേപ്സും ഇപ്പോൾ തന്നെ ഞാൻ ചേർക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഗ്രേപ്സും ഇപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഗ്രേപ്സൊക്കെ കുക്കായി പോവും. അപ്പോൾ കുക്കായി കഴിഞ്ഞിട്ട് ഗ്രേപ്സ് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേപ്സ് എടുത്ത് മാറ്റി വയ്ക്കുക, ലാസ്റ്റ് ഒന്ന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ. അത് നിങ്ങൾ സദ്യ വിളമ്പുമ്പോൾ അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ഗസ്റ്റിനെ സെർവ് ചെയ്യുമ്പോഴാണെങ്കിലും സദ്യയിൽ വിളമ്പാനാണെങ്കിലും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രേപ്സ് മുകളിലൊന്ന് ഇടാൻ വേണ്ടി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവും പച്ചടി. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഗ്രേപ്സ് ആഡ് ചെയ്യുന്നത് ഞാനല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഗ്രേപ്സ് കൈകൊണ്ട് തൊടാൻ പോലും പറ്റില്ല. എനിക്ക് അലർജിയാണ്, കഴുകിയെടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ രാജീവേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇങ്ങനെയുള്ള റെസിപ്പികൾ, ചില റെസിപ്പികളൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഗ്രേപ്സ് ആഡ് ചെയ്യാം കുറച്ചിട്ടോ. ബ്ലഡ് ഉണ്ടാവാനായിട്ടുള്ള മുന്തിരി, ഈന്തപ്പഴം, ഇതൊക്കെ അലർജിയാണ്. അതാണ് ഇതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. കുറച്ച് ഇച്ചിരി ചോദിച്ചോട്ടെ, വെള്ളം വീഴും. മതി 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 മതി. കുറച്ചും കൂടി ഇട്ടോ. ഓക്കെ. അപ്പോൾ അതാ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഗ്രേപ്സിൽ പകുതി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. 2 മിനിറ്റിൽ കൂടണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പൊന്ന് കുക്കായാൽ മാത്രം മതി. പഴം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്, ഗ്രേപ്സ് ഓവർ കുക്കായി പോകണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് പലരും മധുര പച്ചടിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാഹചര്യം അനുവദിച്ചാലല്ലേ നമുക്ക് മധുര പച്ചടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ പൈനാപ്പിൾ മാത്രം ചേർത്തിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ മധുര പച്ചടി ആയി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. മധുര പച്ചടി എന്ന് പറഞ്ഞാൽ ഗ്രേപ്സ് നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണ്. പക്ഷേ പഴത്തിനും മധുരം ഉണ്ടെങ്കിലും പഞ്ചസാര ചേർത്താലേ നമ്മുടെ പച്ചടി കംപ്ലീറ്റ് മധുര പച്ചടി ആയി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണം എന്നുള്ളതനുസരിച്ച് 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും കൂടി ചേർന്ന് അരപ്പിൻ്റെ കൂടെ മിക്സായി ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ പച്ചടിയിലേക്ക് എടുക്കുന്ന തൈരിന് അത്യാവശ്യം പുളി ഉണ്ടാവണം കേട്ടോ, എങ്കിലേ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവും പുളിയും ഒക്കെ ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടാണ് അരച്ചത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, നമ്മുടെ പഴമാണെങ്കിലും ഗ്രേപ്സ് ആണെങ്കിലും വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. നമ്മൾ ആദ്യമേ തന്നെ ഗ്രേപ്സ് ചേർത്ത് വേവിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു കൂട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടി തൈര് ചേർക്കുകയാണ്. മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ തൈര് ചേർക്കുന്നത്, ഇല്ലെങ്കിൽ തൈര് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പച്ചടി റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ചേർക്കണം. വറവ് ചേർക്കുമ്പോൾ ഉലുവയും ചേർത്തിട്ട് വേണം വറവ് ചേർക്കാൻ. അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചേ കടുക് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചടിയുടെ ഭംഗി മുഴുവനായിട്ട് പോരുത്. കടുക് ചേർക്കാൻ വേണം, നമ്മുടെ ഗ്രേപ്സ് ഒക്കെ കാണാൻ വേണം. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നത്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ.
ഇതിലേക്ക് നമുക്കൊരു 6-7 ഉലുവ ചേർക്കാം. അധികമായി പോവണ്ട. ഉലുവ ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറയ്ക്കുക. നമ്മളിനി ചേർക്കുന്നത് വറ്റൽമുളകാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കണ്ടോ, നല്ല ഭംഗിയുള്ള കളറായി കഴിഞ്ഞു. അപ്പോൾ ഈ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന ഗ്രേപ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ആ ഗ്രേപ്സിൻ്റെ ബ്ലാക്ക് കളർ നന്നായിട്ട് നിൽക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ മധുര പച്ചടിയുടെ പരിപാടി. അപ്പോൾ ഞാൻ ഇനി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേപ്സും കൂടി ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഗ്രേപ്സ് ഇട്ടിട്ട് പ്രസൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ പച്ചടി. അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചടി, ഇത് നമുക്ക് സദ്യയുടെ തലേ ദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. ഈ പച്ചടി ഉണ്ടാക്കി വയ്ക്കുക. സദ്യയിൽ നല്ല മധുരമുള്ളൊരു കറിയും കൂടി ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മധുര പച്ചടിയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.